വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകുമ്പോഴാണ് കുഞ്ഞൻ വേഗത്തിൽ മുട്ടിഴഞ്ഞു വന്ന് തൻ്റെ കാലിൽ പിടിച്ച് എണീറ്റുന്നത്. എന്താണ് കുഞ്ഞ, ഉറക്കം വരുന്നുണ്ടോ? മാ ചൂ. കുഞ്ഞൻ ഹാളിലേക്ക് ചൂണ്ടി എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ആള് പാച്ചുവിനെ പാച്ചുവെന്ന് തന്നെയാണ് വിളിക്കുക, പക്ഷെ കേൾക്കുക ചൂവെന്ന് മാത്രമാണ്. പാച്ചു കുറെ ചെറിയച്ചെന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും കുഞ്ഞനതൊന്നും ചെവിക്കൊണ്ടില്ല. ഉമ്മ വാ, ഇപ്പൊ വരാട്ടോ. കുഞ്ഞൻ ഡ്രസ്സിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതും കയ്യിലുള്ള പാത്രമെല്ലാം സ്റ്റാൻഡിൽ വെച്ച് കൈ തുടച്ച് കുഞ്ഞനെ എടുത്ത് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഫീഡിംഗ് ബോട്ടിലും എടുത്ത് വാതിലടിച്ച് ഹാളിലേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ കാണുന്നത് സോഫയിൽ കിടന്ന് TV കാണുന്ന പാച്ചുവിനെയാണ്. അവൻ്റെ കയ്യിൽ കുഞ്ഞൻ്റെ ഫേവറേറ്റ് ഡെക്കുണ്ട്. പാച്ചത് കൊടുക്കാത്തത് കൊണ്ടാകും കുഞ്ഞൻ തന്നെ അടുത്തേക്ക് വന്നത്. TV കാണുന്നതിനനുസരിച്ച് കയ്യിലുള്ള ഡെക്കിനെ പാച്ച് ഞെക്കാനും ഞെരിക്കാനൊക്കെ തുടങ്ങി. മാ ചുറ്റ. പാച്ചുവിനെ നോക്കി ചുണ്ടു കൂർപ്പിച്ച് കുഞ്ഞൻ പറഞ്ഞു. ആൾക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ലായിരുന്നു. പാച്ചുവിനെ അടിക്കാട്ടോ. ഡാ പാച്ചു, എന്തെടുത്തി? എൻ്റെ കൊച്ചിന് ഡെക്കിനെ കൊടുക്കടാ. അച്ചോടാ, എന്നെ ഉണ്ട്രാപ്പിക്ക് ഡെക്കിനെ വേണം, ഞാൻ തരില്ലല്ലോ. കുഞ്ഞൻ്റെ ഭാവം കണ്ട് കളിയോടെ പറഞ്ഞത് കുഞ്ഞൻ ചുണ്ടു കൂർപ്പിച്ച് തന്നെ നോക്കി. കൊടുക്കടാ കൊച്ചിന്, നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ കളിക്കാൻ? നല്ല അടി കിട്ടണം നിനക്ക്. പാച്ചുവിനെ നോക്കി കണ്ണു ചിമ്മി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഡെക്കിനെ വാങ്ങി കുഞ്ഞിനെ കൊടുത്തപ്പോഴാണ് ആ മുഖമൊന്ന് തെളിഞ്ഞത്. ഡെക്കിനെ കയ്യിൽ കിട്ടിയതും കുഞ്ഞൻ രണ്ട് കൈ കൊണ്ട് മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് തൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നതും കുഞ്ഞിനെയും കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. പാച്ചു, നീ നാളെ ഫ്രീ ആണോ? അതെന്തെടുത്ത് അങ്ങനെ ചോദിച്ചേ? ഞാനെങ്ങോട്ട് പോകാനാ? അല്ല, നിനക്ക് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകാനോ മറ്റോ ഉണ്ടോന്നാണ് ഞാനോ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല എഴുതി. എന്താ കാര്യം? അത് പിന്നെ ഇവൻ്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു. നിന്റെ അച്ചുവേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാതെ തിരക്കാണല്ലോ നിന്റെ ഏട്ടന്. അമ്പൂട്ടൻ്റെ മുടിയെല്ലാം വാരി പിടിച്ച് ബണ്ണിട്ട് പാച്ചവനോടായി പറഞ്ഞ് ഫീഡിംഗ് ബോട്ടിൽ എടുത്ത് കുഞ്ഞിന് കൊടുത്തു. എന്തിനാ എഴുതി വെട്ടുന്നത്? ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഭംഗി നോക്കിയിരുന്നാൽ ശരിയാവില്ല. കുട്ടികൾക്ക് ഇങ്ങനെ തല നിറയെ മുടി ഉണ്ടായാലേ പാനിയും കഫക്കെട്ട് മാറില്ല. ഇപ്പം തന്നെ കുഞ്ഞിന് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇനിയും വെട്ടാതിരുന്നാൽ ശരിയാകത്തില്ല. ഓ, ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. നാളെ ശരിയാക്കാം. പാല് കുടിക്കുമ്പോൾ തന്നെ കുഞ്ഞൻ്റെ കണ്ണുറക്കം ഒന്ന് മൂടി അടയുന്നത് കണ്ടതും ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മൂളിക്കൊണ്ട് തുടയിൽ തട്ടിക്കൊടുത്തതും കുഞ്ഞൻ ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞൻ ശരിക്കും ഉറങ്ങുന്നത് വരെ പാച്ചുവിൻ്റെ കൂടെ TV കണ്ട് അവിടെ ഇരുന്നു. അവസാനം ഉറക്കം വന്ന് തുടങ്ങിയതും പാച്ചുവിനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് താൻ കിടന്നിരുന്ന റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ മുന്നിലെത്തിയതും ഡോറ് പുറത്തിന്ന് കീ കൊണ്ട് ലോക്ക് ചെയ്തത് കണ്ടതും അടിപൊളി ദേഷ്യം കയറി. ഇത് ആസുരുടെ പണിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ മനസ്സിൽ തെറി വിളിച്ച് മുകളിലേക്ക് നടന്നു. മനസ്സില്ലാ മനസ്സിലൂടെയാണ് മുകളിലെ റൂമിലേക്ക് കയറിയത്. കയറിയതും കണ്ടത് ബെഡിലിരുന്ന് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്യുന്ന മൊഷകോടനെയാണ്. മൈൻഡ് പോലും ചെയ്യാതെ ഡോറടിച്ച് പതിയെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി കയ്യിൽ മുറുകെ പിടിച്ച് ഡെക്കിനെ പതിയെ എടുത്തു മാറ്റാൻ നോക്കിയതും കുഞ്ഞിനോടൊന്ന് ബെഡിൽ എണീറ്റിരുന്നു. പിന്നെ കുറെ ഉറക്കാൻ നോക്കിയെങ്കിലും ആൾ ഉറങ്ങാതെ കളിച്ചിരിക്കാൻ തുടങ്ങി. കുറച്ചു നേരം തന്നെ മേലൂടെ ചാടിയും മറിഞ്ഞും കളിച്ച് പിന്നെ രക്ഷൻ്റെ മടിയിലേക്ക് കയറി ലാപ്പിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതും അവൻ ലാപ്പ് മാറ്റി വെച്ച് കുഞ്ഞിനെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു. കുഞ്ഞിനെ ഉറങ്ങാതെ അവൻ ഉറങ്ങാനായിട്ടില്ല. ഇന്നിനിയിപ്പോൾ ഞങ്ങൾക്ക് ശിവരാത്രി ആയിരിക്കും. പിറ്റേന്ന് പാച്ചു കുഞ്ഞിനെയും കൊണ്ടുപോയി കുഞ്ഞിൻ്റെ മുടിയെല്ലാം വെട്ടി മൊട്ടയടിച്ച് കൊണ്ടുവന്നിരുന്നു. അതോടുകൂടി പാച്ചു കുഞ്ഞിൻ്റെ ശത്രുവായി. ദിവസങ്ങളും ആഴ്ചകളും വേഗത്തിൽ തന്നെ കടന്നുപോയി. കുഞ്ഞിനിപ്പോൾ പതിയെ പിടിച്ച് നടക്കാനും ഓരോന്നൊക്കെ പറയാനൊക്കെ തുടങ്ങി. കുഞ്ഞൻ നടക്കാൻ തുടങ്ങിയതിൽ പിന്നെ അവൻ്റെ പിന്നാലെ നടക്കാനേ കാശിക്കിപ്പോൾ നേരുള്ളൂ. കുഞ്ഞൻ ദിവസം പോകുന്തോറും മഹാവികൃതിയാണ്. അടിയിലും മേളിലും 2 പല വീതം വന്നിട്ടുണ്ട്. അത് വെച്ചിപ്പോൾ എല്ലാവരെയും കഴിക്കും. പാച്ചുവിനാണ് ഏറ്റവും കൂടുതൽ കളി കിട്ടുന്നത്. അതിന് കാരണം കുഞ്ഞൻ ദേഷ്യം പിടിപ്പിക്കലാണ് പാച്ചുവിൻ്റെ മെയിൻ പണി. കുഞ്ഞൻ എന്തെങ്കിലും വികൃതി കാണിച്ച് അധ്യക്ഷ കണ്ടുട്ടി പേടിപ്പിക്കാൻ നോക്കും. എങ്കിലും ആൾക്കതൊന്നും ഏശില്ല. ദേഷ്യവും വാശിയും പിടിച്ചാൽ ആർക്കും ചെവി കേൾക്കാൻ വയ്യാത്ത രീതിയിൽ കാറിപ്പൊളിക്കും. ഇപ്പം എപ്പോഴും ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് നടക്കണം. നിലത്തിരുത്തി അപ്പം തുറന്നു കാറിപ്പൊളിച്ച് പഞ്ചായത്ത് മുഴുവൻ അറിയിക്കാൻ. അതുപോലെ തന്നെ കാശിയെ ഇപ്പോൾ 5 മിനിറ്റ് പോലും കാണാതെ നിൽക്കാൻ കുഞ്ഞിന് പറ്റില്ല. കാശിക്കും അങ്ങനെ തന്നെ. വളരും തോറും കുഞ്ഞിന് അമ്മക്കുട്ടിയായി മാറുന്നതിൽ ദക്ഷിന് നേരിയ കുശുമ്പ് തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം കാശി പിന്നെ ദക്ഷിനോടൊന്നും മിണ്ടാനോ പറയാനോ പോകില്ല. അവനെന്തെങ്കിലും ചോദിച്ചാൽ 1-2 വാക്കിൽ ഉത്തരം ഒതുക്കും. ചില നേരത്തെ കുഞ്ഞിനേക്കാൾ കഷ്ടമാണ് അവൻ്റെ കാര്യം. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3-4 തവണ അത് കാണാനില്ല ഇത് കാണാനില്ലെന്ന് പറഞ്ഞ് കാശിയെ വിളിപ്പിക്കും. അവൻ്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തിയിൽ കാശിക്ക് ദേഷ്യം വരുമെങ്കിലും ഒന്നും മിണ്ടാൻ പോകില്ല. ദക്ഷി മാധവൻ മർഡർ കേസിൻ്റെ പിന്നാലെ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് കാശിയോട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല.
എന്നാലും എത്ര വലിയ തിരക്കാണെങ്കിലും കുഞ്ഞൻ്റെ കൂടെ 5 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാൻ അവന് സമയം കണ്ടെത്തിയിരുന്നു. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാണേ. കുഞ്ഞിനെ റെഡിയാക്കി ഹാളിലിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ മോളെ പോകുക? ആ ചിനിയും വന്നില്ലല്ലോ മോളെ. അല്ലെങ്കിൽ അവനോട് ആക്കിത്തരാൻ പറയായിരുന്നു. പാച്ചു ആണെങ്കിൽ ഇവിടെ ഇല്ല താനും. അത് കുഴപ്പമില്ലമ്മേ, ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. ഈ നേരത്തെ ചിലപ്പോൾ ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും മോളെ. ഞാൻ അച്ഛനെ വിളിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങിയൊന്ന് വിളിച്ച് നോക്കട്ടെ. അമ്മ പറഞ്ഞത് കേട്ട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മ അതൊന്നും വകവെക്കാതെ ഫോൺ എടുത്ത് അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. വൈകിട്ട് ദീപാരാധന തൊഴാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതാണ്. അമ്മ ഇന്നലെ ദക്ഷിണോട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവൻ വരുമെന്നാണ് കരുതിയത്. പക്ഷെ സമയം എത്രയായിട്ടും അവൻ വന്നിട്ടില്ല. പാച്ചുവിനോട് ആക്കിത്തരാമെന്ന് പറയാൻ വെച്ചാൽ അവൻ ഇന്നലെ അവൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കോള് കണക്റ്റ് ആകുന്നില്ല മോളെ. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. എൻ്റെ അമ്മ ഈ വേദനയുള്ള കാലം വെച്ച് ഇവിടെ അടങ്ങിയിരിക്ക്, ഞങ്ങൾ പോയി വരാം. നിങ്ങൾ തനിച്ച്? അതിനെന്താ അമ്മേ, ക്ഷേത്രം അധിക ദൂരത്തൊന്നുമല്ലല്ലോ, വേഗം പോയി വരാം. കുഞ്ഞാ, അച്ഛമ്മക്ക് ടാറ്റ കൊടുത്തേ. പറയേണ്ട താമസം ആള് യാത്ര പോകുന്ന സന്തോഷത്തിൽ അമ്മയെ നോക്കി കൈവീശി കാണിക്കാൻ തുടങ്ങിയിരുന്നു. അച്ഛമ്മയുടെ മുത്ത അമ്പോറ്റിയെ കാണാൻ പോകാണോ? ഉമ്മ സൂക്ഷിച്ചു പോണേ മോളെ. അമ്മ കുഞ്ഞിൻ്റെ കവളിലായി മുത്തി തന്നോട് പറഞ്ഞു. ശരി അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. അമ്മയോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയതും വേഗം തന്നെ ഓട്ടോ കിട്ടിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയതും ചെരിപ്പൂരി കുഞ്ഞിൻ്റെ കുപ്പായവും ഊരി മാറ്റി ഉള്ളിലേക്ക് കയറി. 8 ദിവസമായതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. വഴിപാടിനുള്ളതെല്ലാം റെസിപ്റ്റാക്കി വാങ്ങി നടക്കൽ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് തൊഴുതു. താൻ ചെയ്യുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞനും കൈകൾ കൂപ്പി അടങ്ങിയിരുന്നു. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് പ്രസാദവും വാങ്ങി ഇറങ്ങാൻ നേരമാണ് അമ്മ വിളിച്ചത്. അച്ഛൻ വന്ന് കൂട്ടിക്കോളെന്ന് പറഞ്ഞതും കുഞ്ഞിനെയും കൊണ്ട് ആൽത്തറയിലിരുന്നു. ഇരിക്കുന്നത് ഇഷ്ടപ്പെടാതെ ബഹളം വെക്കാൻ തുടങ്ങിയതും കുഞ്ഞിനെയും കൊണ്ട് കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. വെള്ളം കണ്ടപ്പോൾ കുഞ്ഞിനൊന്ന് ഉഷാറായി. ആരോ തങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. കുഞ്ഞിനെയും കൊണ്ട് പടവിലേക്കിരുന്ന് കയ്യിലുള്ള വായിലുള്ള മലയിൽ നിന്നും ഇത്തിരി എടുത്ത് വെള്ളത്തിലിട്ടതും മീനുകൾ കൂട്ടമായി വന്ന് കണ്ടതും അമ്പൂട്ടം മടിയിൽ നിന്ന് വെള്ളത്തിലേക്ക് വേണ്ടി ഇറങ്ങാൻ കുതിറിയതും കുഞ്ഞിനെ എടുത്ത് പതിയെ ആ കുഞ്ഞിക്കാല് വെള്ളത്തിലേക്ക് വെച്ചു കൊടുത്തു. കുഞ്ഞിൻ്റെ കാല് വെള്ളത്തിലേക്ക് വെച്ചതും മീനുകൾ ആ കുഞ്ഞിക്കാലിൽ മുത്തമിട്ട് കളിക്കാൻ തുടങ്ങിയതും ഇക്കിളിയെടുത്ത വണ്ണം കുഞ്ഞൻ തന്നെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും ആ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചു. തൊട്ടടുത്ത് ആരുടെയോ സാമീപ്യം അനുഭവപ്പെട്ട് മുഖം ചരിച്ച് നോക്കിയതും കാണുന്നത് തൻ്റെ അടുത്തായിരിക്കുന്ന ആ സുന്നിയാണ്. ആദ്യം വിശ്വാസം വന്നില്ല. കണ്ടത് സ്വപ്നാകുമെന്ന് കരുതി കണ്ണു തിരുമ്പി നോക്കി. അപ്പോഴേക്കും കുഞ്ഞിനെ അച്ചാന്ന് വിളിച്ച് അവന് നേരെ ചാടാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞൻ വെള്ളത്തിലേക്ക് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ദക്ഷി തൻ്റെ കയ്യിൽ നിന്നും അപ്പോഴേക്കും കുഞ്ഞിനെ വാങ്ങിയെടുത്തിരുന്നു. ദക്ഷി കുഞ്ഞിനോട് കാര്യമായ സംസാരത്തിലാണെന്ന് കണ്ടതും പോകാൻ വേണ്ടി എണീറ്റതും അതിൻ്റെ മുമ്പ് ആ കരുത്തുറ്റ കരകൾ വയലിൽ ചുറ്റിപ്പിടിച്ച് അവിടെ തന്നെ ഇരുത്തിയിരുന്നു. ആദ്യമൊന്നും ഞെട്ടിപ്പോയിരുന്നുവെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ്റെ കൈകൾ വേർപ്പെടുത്താൻ നോക്കി. താൻ വേർപ്പെടുത്താൻ നോക്കുന്തോറും കൈകൾ മുറുങ്ങുന്നത് കണ്ടപ്പോൾ ദേഷ്യം തോന്നി. അടങ്ങിയിരിക്കടി, ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ നീ എങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ നോക്കുന്നേ? തൻ്റെ അടുത്തേക്കായി മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വേഗം മുഖം പിടിച്ചു. വിട്ട് പോണം. പതിയെ അതും പറഞ്ഞ് അവൻ്റെ പിടിയെടുക്കാൻ വേണ്ടി കുതറിയതും അവൻ ഒന്നുകൂടെ വയലിൽ പിടിമുറുക്കിയതും നെര്യതിൻ്റെ ഇടയിലൂടെ ആ കൈകളുടെ ചൂട് വയലിലറിഞ്ഞതും ഉള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയിരുന്നു. അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണമെന്ന് മാത്രമേ ദക്ഷി കരുതിയിട്ടുള്ളൂ. പെട്ടെന്ന് അവളുടെ നഗ്നമായ വയലിൽ തൻ്റെ കൈ പതിഞ്ഞതും അവന് മകം വല്ലാതായിരുന്നു. അതേസമയം അവളിലെ വിറയിലറിഞ്ഞതും അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും സമർത്ഥമായി മറച്ചു വെച്ച് അവളുടെ വയലിൽ നിന്നും കൈയെടുത്തു അവൻ. ദക്ഷ കൈയെടുത്തതും കാശി അവിടുന്ന് വേഗത്തിൽ എണീറ്റതും ദക്ഷ അവളെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നതും അവൾ വിറയിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, അല്ലേ ഞാനെടുത്ത് വെള്ളത്തിലിടും, പറഞ്ഞേക്കാം. ദക്ഷിത്തിരി ഗൗരവത്തിലായി കാശിയോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് വെള്ളത്തിലേക്കെന്തോ വീണ ശബ്ദം കേട്ട് നോക്കിയതും കാണുന്നത് വെള്ളം നിറഞ്ഞ് പടിയിൽ കിടക്കുന്ന തൻ്റെ ന്യൂ ഫോണാണ്. ദക്ഷി തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. അവൻ കാശിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി മടിയിലെത്തിയപ്പോൾ തന്നെ ആൾ ദക്ഷിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. ചീച്ചി. ദക്ഷിൻ്റെ നോട്ടം കടന്ന് കുഞ്ഞൻ വെള്ളത്തിൽ കിടന്ന ഫോൺ ചൂണ്ടി തന്നോട് പറയും പോലെ ഫോൺ ചീച്ചിയാണെന്ന് പറഞ്ഞ് കുഞ്ഞരിപ്പല്ല് കാണിച്ച് ചിരിച്ചു. ദക്ഷി കുഞ്ഞനെയും പിന്നെ വാങ്ങിയിട്ട് ഒരാഴ്ച പോലും തികയാത്ത തൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഐഫോണിനെയും മാറി മാറി നോക്കി. ദക്ഷിൻ്റെ മുഖഭാവം കണ്ടെന്ന് കാശി പൊട്ടി വന്ന ചിരിയടക്കി നിർത്തി അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ അടുക്കിലേക്ക് പോരാൻ ശ്രമിക്കുന്ന കുഞ്ഞനെ വാങ്ങിയെടുത്ത് പോവാൻ വേണ്ടി എണീറ്റു. അപ്പോഴേക്കും ദക്ഷി പടവിലേക്ക് ഇറങ്ങി ഫോൺ എടുത്തിരുന്നു. ദക്ഷി മുണ്ടിൻ്റെ അറ്റം കൊണ്ട് ഫോൺ തുടച്ചു. പ്രത്യേകിച്ചൊന്നും പറ്റില്ലെന്ന് കണ്ടതും ഒരു നിശ്വാസത്തോടെ ഫോൺ പോക്കറ്റിലേക്കിട്ട് കാശിയെ നോക്കി. നേരെ ഇരുത്തി തുടങ്ങി. വീട്ടിൽ പോകണം.
അവനെ നോക്കാതെ അതും പറഞ്ഞ് അവൾ വേഗം വെട്ടിത്തിരിഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് മുകളിലെ പടവുകൾ കയറി. അഹങ്കാരി. അവളുടെ പറച്ചിൽ മുഖത്തേക്ക് നോക്കാതെയുള്ള പോക്കും കണ്ട് ദക്ഷി പെറുപിറുത്ത് മുണ്ടും മടക്കി കുത്തി മുകളിലേക്ക് പോയി. നല്ല അമ്പൂട്ടനല്ലേ, അമ്മയുടെ മുറ്റത്തൊന്ന് കഴിച്ചേ. വൈകിട്ട് കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ടേബിളിൽ നിന്ന് നല്ല കളിയിലാണ്. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കണം. ഇപ്പൊ തന്നെ രണ്ടുള്ള കഴിച്ചപ്പോഴേക്കും ആള് പിന്നെ വാ തുറക്കുന്നില്ല. നോ. കുഞ്ഞനെ നേരെ ഉരുള നീട്ടിയതും കയ്യിൽ പിടിച്ച് കുഞ്ഞിച്ചക്കൻ വേണ്ടെന്ന രീതിയിൽ ഇരുവശത്തേക്കും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പിണങ്ങും. ഈ ചീച്ചിക്കുട്ടിയാണോ മാമു കഴിക്കാത്തത്? എൻ്റെ അമ്മൂട്ടി ഒരു ചീച്ചിക്കുട്ടിയാണോ? മാ ചീ. താൻ പറഞ്ഞത് കേട്ടതും കുഞ്ഞൻ അല്ലെന്ന തലയാട്ടി അമ്മയാണെന്നും പറഞ്ഞ് ചുണ്ടു കൂർപ്പിച്ച് നോക്കി. ഞാൻ ഈ ചീച്ചിയാണല്ലേ, മിണ്ടില്ല ഞാൻ നിന്നോട്. നിന്നെ കൊണ്ടുപോകാതെ ഞാൻ വണ്ടിയിൽ ടാറ്റ പോകും. മാ ടാറ്റ. മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞനോട് പറഞ്ഞതും കുഞ്ഞുമെന്ന് പറഞ്ഞ് അമ്പോട്ട് നീങ്ങി വന്ന് ടേബിളിൻ്റെ അറ്റത്ത് തനിക്ക് നേരെ കാല് നീട്ടിയിരുന്നതും വേഗം പിടിച്ചു വെച്ചു. അമ്മയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാലോ, ആദ്യം ഒന്ന് കഴിക്ക്. വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞതും ആൾ തൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി മടിയിൽ വെച്ച് സ്വയം അതിൽ നിന്ന് നുള്ളിപ്പെറുക്കി കഴിക്കാൻ തുടങ്ങിയിരുന്നു. മാ. കുഞ്ഞൻ കയ്യിലൊരു പിടി ചോറ് വാരി തന്നെ നേരെ നീട്ടിക്കൊണ്ട് വിളിച്ചു. അമ്മക്ക് വേണ്ട, കുഞ്ഞ് കഴിച്ചാൽ മതി. നോ. കുഞ്ഞൻ വീട്ടിലെന്ന് കണ്ടതും വാ തുറന്നു കൊടുത്തു. ആള് വാരി തരുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ മറ്റേ വായിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ താഴെ വീഴുന്നുണ്ട്. ദക്ഷി വന്നപ്പോൾ കാണുന്നത് കാശിക്ക് വാരി കൊടുക്കുന്ന അമ്പൂട്ടിനെയാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ തന്നെ നിന്നു. മാതിയട കുഞ്ഞ, ഇനി കുഞ്ഞ് കഴിച്ചോ. കുഞ്ഞൻ നിർത്താതെ വാരിത്തരാൻ തുടങ്ങിയതും ഇത് മുഴുവൻ ഇനി താൻ കഴിക്കേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് കുഞ്ഞിക്കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിച്ചില്ലേ അച്ഛയെ അടിക്കുമെന്നാണ് ആശാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൊക്കെ ഉരുട്ടി തലകുലുക്കി പറയുന്നത് കാണാൻ നല്ല ചേലുണ്ട്. ആണോ? നിന്റെ അച്ഛൻ ഒറ്റ അടിക്കുവോ? ആഹാ, എന്നാ അതൊന്നും കാണണല്ലോ. എന്നെ തല്ലിയാലേ നിന്റെ അച്ഛൻ്റെ കണ്ണിൽ ഞാൻ മുളക് പൊടി വാരിയിടും. നിന്റെ അച്ഛനെ അവൻ വലിയ ആളാണെന്ന അഹങ്കാരമാണ്. ആസുരൻ തെണ്ടി. ഒരു ദിവസം എൻ്റെ കൈ കിട്ടും, അന്ന് തീർത്ത് കൊടുക്കും അവൻ്റെ അഹങ്കാരം. പറഞ്ഞു കഴിഞ്ഞതും പിന്നിൽ നിന്നും ഒരു മുരടക്കം കേട്ടതും തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കൈ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അസുരനെയാണ്. അത് കണ്ടതും ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയിരുന്നു. അവന് നൃത്തം കണ്ടതും അവൻ താൻ പറഞ്ഞതെല്ലാം കേട്ടു എന്നത് വ്യക്തമാണ്. മുഖത്ത് നിറയെ കൗരവാണെന്ന് കണ്ടതും വേഗം നോട്ടം വെട്ടിച്ചു. അവൻ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് നെഞ്ച് പേടികൊണ്ട് പെടപെട അടിക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞാ. താനിരിക്കുന്നതിൻ്റെ പിന്നിലായി വന്ന് തന്നെ ഒന്ന് അമർത്തി നോക്കി കുനിഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെ വിളിച്ച് കയ്യിലെ ക്യാപ്പ് കുഞ്ഞിനെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ കവിളിലൊന്ന് തോണ്ടി. അപ്പോഴേക്കും ഹൃദയം പൊട്ടി വെളിയിൽ വരുന്ന അവസ്ഥയിലായതും ശ്വാസം മടക്കി പിടിച്ച് കുഞ്ഞിനെയും മുറുകെ പിടിച്ചിരുന്നു. താൻ പറഞ്ഞത് കേട്ട് അവൻ എന്തെങ്കിലും പറയുമോ എന്ന് കുഞ്ഞ് പേടി ഉള്ളിലുണ്ട്. അപ്പോഴേക്കും കുഞ്ഞൻ കയ്യിലുള്ള ചോറ് ദക്ഷിണ നേരെ നീട്ടി. ആച്ചയ്ക്ക് വേണ്ടടാ. നോ. കുഞ്ഞൻ ദക്ഷിണ നോക്കി കണ്ണിലിട്ട് ഇടത് കൈകൊണ്ട് അടിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് ദക്ഷിണോടായി പറഞ്ഞു. കുഞ്ഞന്റെ ഭാവം കടന്ന് ദക്ഷി ചിരിച്ചുകൊണ്ടൊന്ന് കുനിഞ്ഞതും അവൻ്റെ നിശ്വാസം കവളിൽ തട്ടിയതും വല്ലാത്ത പരവേശം തോന്നി. കുഞ്ഞന്റെ കയ്യിലുള്ളത് ദക്ഷിന്റെ വായിൽ വെച്ച് അടുത്തത് വാരാൻ നിന്നതും കുഞ്ഞനെയും എടുത്ത് വേഗം കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലെത്തിയതും വേഗം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. അവനൊന്നും മിണ്ടാതെ പോയത് ഓർത്തപ്പോൾ ആശ്വാസം തോന്നി. നെഞ്ചിൽ കൈവച്ച് നോക്കിയത് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്കാണ്. അമ്മയുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഒന്ന് ഇളിച്ച് കാണിച്ചു. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മേ, ചൂടുള്ളതുകൊണ്ടാണ് തോന്നുന്നു, നല്ല ദാഹം. അച്ചു വന്നില്ലേ മോളെ? വന്നമ്മേ. അതും പറഞ്ഞ് കുഞ്ഞിനെ സ്ലാബിൽ നിർത്തി നനഞ്ഞിരുന്ന കുഞ്ഞിനേക്കാർ ഊരി മാറ്റി കുഞ്ഞിൻ്റെ മേല് പറ്റിയ ചോറ് പറ്റുമൊക്കെ തുടച്ച് കളഞ്ഞ് ഇത്തിരി വെള്ളം കൊടുത്ത് വാക്കറിലിരുത്തി. അപ്പോഴേക്കും അമ്മ ദക്ഷിണുള്ള ചായ ഒരു കപ്പിലേക്ക് പകർന്നിരുന്നു.